നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന കുംഭക്കൂറിലുമാണല്ലോ. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കും. ലഗ്നാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പം നല്ല ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാൻ യോഗമുള്ള ഒരു മാസമാണ്. അതേപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്രൻ മാളവിയോഗം ചെയ്താണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നത്. ജോലിയിൽ നല്ല സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് മിങ്കിൾ ചെയ്ത് തൊഴിലെടുക്കാൻ പറ്റുക. അങ്ങനെ മാനസികമായിട്ട് കർമ്മസ്ഥാനത്തും കുടുംബത്തിലും സുഖവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. എന്നാൽ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഘണ്ണകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്ന് നടുവേദന പോലെയുള്ള കാര്യങ്ങൾ, അടിവയറ് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ചില സമയത്ത് കുറച്ച് സാമ്പത്തിക ഞെരുക്കുണ്ടാകും. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. അങ്ങനെയുള്ള 1-2 ചെറിയ ദോഷമല്ലാതെ ബാക്കിയൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടുക, കുടുംബത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുക, സുഹൃത്തുക്കളുമായിട്ടും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ടൊക്കെ സമയം ചെലവഴിക്കാനായിട്ടും നമ്മളുടെ ബന്ധുക്കളുമായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കുന്നൊരു നല്ല മാസമാണ് സെപ്റ്റംബർ മാസം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് മകരക്കൂറാണ്. അപ്പോൾ 6-ൽ വ്യാഴം മറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ദൈവാധീനം തീരെ പോരാ. പക്ഷെ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നത് കാരണം നല്ല ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ അവനവൻ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനുള്ള യോഗമാണുള്ളത്. മറ്റൊരാളുടെ സഹായത്തെക്കാൾ ഉപരി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ കർമാധിപതിയാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിലൊക്കെ കുറച്ച് പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കേണ്ട സമയത്ത് അതുപോലെ സംസാരിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങളും മറ്റുള്ളവർക്ക് നമ്മളോട് മാനസികമായിട്ടുള്ളൊരു അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിവർത്തി സ്ഥാനാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ അവിടെ ഘണ്ണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് ആദ്യം ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ ആദ്യം ഒരു തടസ്സം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യം എടുത്തിയാട്ടോ എന്തെങ്കിലും രോഗാവസ്ഥയോ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. എന്നാൽ വിശ്രുത ഗുണ എന്ന് പറയുന്നൊരു യോഗമുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായ സ്കില്ലൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് 4 പേർ അറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മാത്രമല്ല ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്ന കാരണം കലാപരമായിരിക്കുന്ന കഴിവുള്ളവർക്ക് ആ മേഖലയിൽ കഴിവ് തെളിയിക്കാൻ പറ്റുന്നവർക്ക് കീർത്തി കേൾക്കാനും 4 പേർ അറിയപ്പെടാനും പ്രശസ്തി നേടാനൊക്കെ സാധിക്കുന്ന സമയമാണ്. എന്നാൽ ചെറിയ കാര്യത്തിന് മാനസികമായ നല്ല ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, ഇവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുന്നത് കാരണമുണ്ട് ഇവർ മുഖാന്തരമൊക്കെ മാനസിക ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 6ാം വ്യാഴം എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് വരുന്ന ഭാഗം ഷഷ്ടേ മഹാബലി ബന്ധനമാണ്. നല്ല കാര്യം ചെയ്താലും ദോഷമായി വരുന്നൊരു സമയമാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.